യൗസേപ്പ് പിതാവേ പാലകനെ അണയുന്നു നിൻ തിരുസവിധേ. യൗസേപ്പ് പിതാവേ പാലകനെ അണയുന്നു നിൻ തിരുസവിധേ. തുണയാകണേ തണലേകണേ നീതിമാനാകും പിതാവേ. തുണയാകണേ തണലേകണേ നീതിമാനാകും പിതാവേ. യൗസേപ്പ് പിതാവേ പാലകനെ അണയുന്നു നിൻ തിരുസവിധേ. യൗസേപ്പ് പിതാവേ പാലകനെ അണയുന്നു നിൻ തിരുസവിധേ. തുണയാകണേ തണലേകണേ നീതിമാനാകും പിതാവേ. തുണയാകണേ തണലേകണേ നീതിമാനാകും പിതാവേ. ക്രൂരമായ പീഡകളിൽ ജീവനാശഭീതികളിൽ ക്രൂരമായ പീഡകളിൽ ജീവനാശഭീതികളിൽ യേശുനാഥന് കാമലായി കൂടെ നിന്നവനേ. യേശുനാഥന് കാവലായി കൂടെ നിന്നവനേ. എന്റെ ജീവിത പാതകളിൽ കൂട്ടായി നീ വരണേ. എന്റെ ജീവിത ക്ലേശങ്ങളിൽ താങ്ങായി നീ വരണേ. എന്റെ ജീവിത പാതകളിൽ കൂട്ടായി നീ വരണേ. എന്റെ ജീവിത ക്ലേശങ്ങളിൽ താങ്ങായി നീ വരണേ. യൗസേപ്പ് പിതാവേ പാലകനെ അണയുന്നു നിൻ തിരുസവിധേ. യൗസേപ്പ് പിതാവേ പാലകനെ അണയുന്നു നിൻ തിരുസവിധേ. തുണയാകണേ തണലേകണേ നീതിമാനാകും പിതാവേ. തുണയാകണേ തണലേകണേ നീതിമാനാകും പിതാവേ. ക്ലേശമുണരും വീഥികളിൽ ത്യാഗജീവിത വേദികളിൽ ക്ലേശമുണരും വീഥികളിൽ ത്യാഗജീവിത വേദികളിൽ കന്യാമേരിക്ക് കാവലായി കൂടെ നിന്നവനേ. കന്യാമേരിക്ക് കാവലായി കൂടെ നിന്നവനേ. എന്റെ ജീവിത പാതകളിൽ കൂട്ടായി നീ വരണേ. എന്റെ ജീവിത ക്ലേശങ്ങളിൽ താങ്ങായി നീ വരണേ. എന്റെ ജീവിത പാതകളിൽ കൂട്ടായി നീ വരണേ. എന്റെ ജീവിത ക്ലേശങ്ങളിൽ താങ്ങായി നീ വരണേ. യൗസേപ്പ് പിതാവേ പാലകനെ അണയുന്നു നിൻ തിരുസവിധേ. യൗസേപ്പ് പിതാവേ പാലകനെ അണയുന്നു നിൻ തിരുസവിധേ.
തുണയാകണേ, തണലേകണേ, നീതിമാനാകും പിതാവേ. സന്തോഷിപ്പിക്കുന്നു. അവൻ സമാധാനത്തോടെ ആയുസ്സുപിടിക്കും. ഉത്തമമായ ഭാര്യ മഹത്തായ അനുഗ്രഹമാണ്. കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് ലഭിക്കുന്ന ദാനങ്ങളിൽ ഒന്നാണവർ. ധനവാനോ ദരിദ്രനോ ആകട്ടെ, അവന്റെ ഹൃദയ സന്തുഷ്ടവും അവന്റെ മുഖം സദാ പ്രസന്നവുമായിരിക്കും. കർത്താവിന്റെ ഉന്നതങ്ങളിൽ ലഭിക്കുന്ന സൂര്യനെ പോലെയാണ് ചിട്ടയുള്ള കുടുംബത്തിൽ ഉത്തമമായ ഭാര്യയുടെ സൗന്ദര്യം. വിശുദ്ധമായ തണ്ടിൽ പ്രകാശിക്കുന്ന ദീപം പോലെയാണ് സുഭഗമായ ശരീരത്തിൽ മനോഹരമായ മുഖം. രജത പീഠത്തിലെ സുവർണ സ്തംഭങ്ങൾ പോലെയാണ് നിശ്ചയദാർഢ്യമുള്ളവന്റെ മനോഹരമായ കാലുകൾ. അങ്ങനെ നിന്റെ സന്തതി നിലനിൽക്കും. തങ്ങളുടെ ആഭിചാരത്തിൽ അടിയുറച്ച് അവർ മഹനീയരാണ്. കർത്താവിന്റെ വചനം. അവരെ എത്ര നാൾ ഒരുമിച്ച് ഈ ഭൂമിയുണ്ടോ അതുവരെയും ദൈവാനുഗ്രഹത്തിന്റെ നിദാനമാണ് ഈ വിവാഹ ജീവിതം. അതുകൊണ്ടാണ് വ്യത്യസ്തമായ ഏതൊക്കെ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയാലും ദൈവത്തെ വിളിച്ചുകൊണ്ട് കുടുംബത്തെ നവീകരിച്ച് നമ്മൾ കുടുംബ സംവിധാനത്തെ ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിച്ച് അതിൻ്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കി, അതിൻ്റെ പവിത്രത മനസ്സിലാക്കി, അതിൻ്റെ ദമ്പതിമാർ തമ്മിലുള്ള വിശ്വസ്തതയും സ്നേഹവുമൊക്കെ ഓരോ തവണയും ആത്മാർത്ഥമായി ചിന്തിച്ച് ജീവിതയാത്ര തുടരുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ മക്കൾ ദൈവസന്നിധിയിൽ വെച്ച് തങ്ങളുടെ വിശ്വസ്തതയും സ്നേഹവും പരസ്പരം ഏറ്റുപറയുകയാണ്. നമുക്കറിയാം, മാനുഷികമായി എന്തൊക്കെ നമ്മൾ ചിന്തിച്ച് തീരുമാനിച്ചുറപ്പിച്ചാലും ദൈവ സാന്നിധ്യ അവബോധം നമ്മളിലില്ലെങ്കിൽ അതെല്ലാം നിർഫലമായി പോകും, നിരർത്ഥകമായി പോകും. അതുകൊണ്ട് ഇന്ന് നമ്മൾ ആത്മാർത്ഥമായി ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ഇവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹം കൂടുതൽ ലഭ്യമാകട്ടെ എന്ന് മാതാപിതാക്കന്മാർ എന്ന രീതിയിലും രക്തബന്ധത്തിലും സ്നേഹബന്ധത്തിലും ഉള്ളവരെന്ന രീതിയിൽ നമുക്ക് ആത്മാർത്ഥമായി ദൈവത്തോട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇവരുടെ ഈ സുന്ദരമായ നിമിഷത്തിന് കൂടുതൽ ദൈവാനുഗ്രഹങ്ങൾ ലഭ്യമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മനുഷ്യൻ പദ്ധതികൾ വിഭാവന ചെയ്യുന്നു, എന്നാൽ അന്തിമമായ തീരുമാനം ദൈവത്തിൻ്റെതാണ്. ദൈവത്തിന്റെ സുന്ദരമായൊരു തീരുമാനത്തിന്റെ പൂർത്തീകരണമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. ഇതിനുശേഷമുള്ളവരുടെ ജീവിതവും ഒരിക്കൽ കൂടി ദൈവാനുഗ്രഹങ്ങൾ യാചിച്ചുകൊണ്ട് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കർത്താവിന്റെ ദിവ്യബലി നമുക്ക് അർപ്പിക്കാം. യോജിപ്പിച്ചത് മനുഷ്യൻ ദൈവമേ, ഈ താളിയും മുദ്രകളും ആശ്രയിക്കണമേ. ഇവ ഈ ദമ്പതികളുടെ പരസ്പര സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായിരിക്കും. ദൈവമേ, പ്രസാദത്തിന്റെ അടയാളമായ ഈ മന്ത്രകൂടി ദയാപൂർവ്വം ആശ്രയിക്കണമേ. ജ്ഞാനസ്നാന അവസരത്തിൽ പ്രസാദവരം വഴി ക്രിസ്തുവിനെ വസ്ത്രമായി അണിഞ്ഞ ഈ ദമ്പതികൾ ക്രിസ്തുവും സഭയും തമ്മിലുള്ള പാവനമായ ബന്ധത്തിന്റെ പ്രതിബന്ധനമായി ജീവിച്ച് സ്വർഗത്തിൽ മഹിമയുടെ വസ്ത്രം അണിയുവാൻ അനുഗ്രഹിക്കണമേ.
സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങയുടെ സഹായത്തിൽ ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധ വിവാഹത്തിൽ ബന്ധിതരായിരിക്കുന്ന അങ്ങയുടെ മക്കളെ പ്രകടമാക്കണമേ. സ്വർഗത്തിലെ നിത്യാനന്ദത്തിൽ